നിർമ്മലയുടെ പെരുമാറ്റം. ഇപ്പൊ നിർമ്മലയുടെ പെരുമാറ്റം കണ്ട കളരിക്കൽ കുടുംബത്തിന്റെ എല്ലാ ഐശ്വര്യവും നിർമ്മലയുടെ മുഖത്തുണ്ട്. ഒരു തെറ്റ് ആർക്കും പറ്റൂല്ലോ സിത്താരെ. അത് പിന്നെ തെറ്റ് തിരുത്തേണ്ട സമയത്ത് ഞാനത് തിരുത്തണമല്ലോ, അല്ലേ? ഇനി എത്ര കാലത്തേക്കാണ് ഈ മാറ്റമെന്ന് അറിയത്തില്ലല്ലോ. അതിങ്ങോട്ട് തന്നെ നിർമ്മലേ, നീ വന്നേ. എന്താ ഉദയ, നിർമ്മലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പർച്ചേസ് ചെയ്യാനുണ്ടോ? അത് പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? അതൊക്കെയല്ലേ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ ഉള്ള ഒരു സന്തോഷം. നീ ഒന്ന് വന്നേ. ഞാൻ ഇപ്പൊ വരാവേ. വാ. ആരും ഒന്നും ചെയ്തിട്ടില്ല ഉദേട്ടാ. പക്ഷേ ഈ കല്യാണം നടക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ മാത്രമല്ല, നമ്മുടെ മോളുടെ. എടി മോളെ, നിന്റെ അമ്മ എന്തൊക്കെയായി പറയുന്നത്? നവീന്റെയും ഗാഥയുടെയും വിവാഹം നടക്കട്ടെ, എനിക്കതിൽ ഒരു പരാതിയില്ല. അമ്മയും മോളും കൂടെ എന്നെ പട്ടാക്കല്ലേ. ഉദേട്ടാ, ഉദേട്ടന് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിലേ ഞങ്ങളെക്കാട്ടിലും മുന്നേ ഉദേട്ടനായിരിക്കും ചിരിക്കുക. ഈ വിവാഹം നടത്താനേ ചാടിച്ചാടി നിൽക്കുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തില് എന്തൊക്കെയാ നടക്കുന്നേന്ന് അച്ഛന് വല്ല ധാരണയുണ്ടോ? എല്ലാവരും പറയുന്നുണ്ടല്ലോ ഗാഥയുടെയും നവീന്റെയും ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണെന്ന്. അത് കള്ളവാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിർമ്മലേ. ഉദേട്ടാ, കളരിക്കൽ കുടുംബത്തിന് ഒരു സർപ്പശാപമുണ്ട്. കളരിക്കൽ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിൽ സർപ്പദംശനം കൊണ്ട് മരിക്കും. അച്ഛൻ, മുത്തശ്ശിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. മുത്തശ്ശിന്റെ രണ്ടാം ഭാര്യയല്ലേ? സുമിത്ര അമ്മായി അമ്മാവന്റെ രണ്ടാം ഭാര്യയല്ലേ? കളരിക്കൽ കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് ആദ്യ ഭാര്യ വാഴില്ല. അതുകൊണ്ട് കതർ മണ്ഡപത്തിൽ മോൾ കൊടുക്കാനുള്ള ഡ്രസ്സല്ല സിത്താര തെരഞ്ഞെടുക്കുന്നത്, അവളുടെ ശവത്തിന് പൊതിയാനുള്ളതാ. ഗാഥയുടെ നവീന്റെ ജാതകത്തില് അമ്മ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞത്. അത് സിത്താരെ വിശ്വസിപ്പിക്കാനാ. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ജാതകങ്ങൾ തമ്മിൽ ചേരില്ല. അത് കൂട്ടിച്ചേർത്താൽ മരണം തന്നെയാണ് ഫലം. നിർമ്മലേ, എന്താ നീ പറയുന്നത്? ഇത്രയും വലിയൊരു ചതി അമ്മ ചെയ്യുവോ? ചെയ്യും. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും നവീന്റെ തലയിലുള്ള ശാപം മാറി കിട്ടിയാ മതി. അപ്പോ നമ്മളങ്ങ് കൂടെ നിൽക്കണം. കല്യാണം നടക്കട്ടെ. ചാകാനുള്ള സമയമാകുമ്പോ ഗാഥ ചാകണം. അത് കഴിയുമ്പോ നമ്മുടെ മോളെ കുറിച്ചല്ലാതെ അവർക്ക് വേറെ ആരെ കുറിച്ച് ചിന്തിക്കാനുള്ളത്? നിർമ്മലേ, ഭയങ്കരം തന്നെ. ദൈവങ്ങളെ, എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എനിക്കെടുക്കേണ്ടി വന്നിരിക്കുക. കുറെ പേരുടെ കണ്ണീര് വീഴുന്ന കാര്യമാണിത്. കാതുമോള് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവളാ. അവളുടെ ആയുസ്സിനു വേണ്ടി നവീനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അതിനുള്ള മനക്കരുത്ത് എനിക്ക് തരണേ. കളരിക്കൽ കുടുംബം
പ്രാർത്ഥനയോടെ ഒരു ശാപമോക്ഷത്തിന് വേണ്ടി കാത്തിരിക്കുക. ശാപമോക്ഷം തരാനുള്ള നാഗപ്രീതിയുള്ള ആ പെൺകുട്ടിയെ വൈകാതെ അവിടുന്ന് കാണിച്ചു തരണേ. ദൂരെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണകലത്തിൽ എത്താറുമായിരിക്കുന്നു. ആരെയാണോ കാത്തിരിക്കുന്നത്, ഈ ക്ഷേത്രനടയിൽ വെച്ച് തന്നെ അവളെ കണ്ടുമുട്ടണമെന്നാണ് നിയോഗം. സംശയം വേണ്ട, കണ്ടിരിക്കും. ജഗദോം